ആ സംഹാരഭാവം കാണി ഒരു നിമിഷം ഞാൻ മരണത്തെ മുന്നിൽ കണ്ടു. കഴുത്തിരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് ആള് ബെഡിൽ നിന്നും ചാടി എണീറ്റു. മേശയുടെ ഡ്രോയർ വലിച്ചു തുറന്നു എന്തോ പരതുന്നത് കണ്ടപ്പോൾ എന്റെ ചങ്കിടിപ്പ് കൂടി വന്നു. നീ മരണം വരിച്ചു കഴിഞ്ഞു. സ്ട്രിപ്പിൽ നിന്നൊരു ടാബ്ലറ്റ് എടുത്ത് വെള്ളത്തിന് വേണ്ടി കണ്ണോടിച്ചു. ഒഴിഞ്ഞ ജഗ് കണ്ട് മുഖത്തെ കോപമിരട്ടിച്ചു. ജഗ് എനിക്ക് നേരെ നീട്ടിപ്പിടിച്ച് ആംഗ്യം കാണിച്ചു. എന്റെ ശരീരമാസകലം വിറച്ചു തുടങ്ങി. പേടിയോടെ പതിയെ അരികിലേക്ക് നടന്നതും വീണ്ടും ആജ്ഞയുടെ സ്വരം, നിന്ന് പതുങ്ങാതെ വേഗം വെള്ളം കൊണ്ടുപാടി. ഒരോട്ടമായിരുന്നു ഞാൻ. കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് വെള്ളവുമായി തിരിച്ചു വന്നു. അത് വാങ്ങി ഗുളിക കഴിച്ച് വീണ്ടും ബെഡിലേക്ക് ഇരുന്നു. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. വളരെ ശാന്തമായിരുന്നു സംസാരം. പറഞ്ഞിരുന്നു ബെഡിലേക്ക് മലർന്നു വീണു. എല്ലാം നിർവികാരതയോടെ നോക്കി കാണുകയായിരുന്നു ഞാനപ്പോൾ. കുറച്ചുനേരം ആ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഞാൻ. ഉള്ളിൽ ദേഷ്യം മാറി സങ്കടവും വേദനയും ഇടകലർന്നു വന്നു. നെറ്റിയിലേക്ക് വീണ് കിടന്ന മുടി അല്പമൊന്ന് സ്ഥാനം തെറ്റിയപ്പോഴാണ് രക്തം കട്ട പിടിച്ചൊരു മുറിവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്റെ കൃഷ്ണ, ഞാൻ പിടിച്ചള്ളിപ്പോ പറ്റിയതാണോ? എന്റെ ഉള്ളം നൊന്തു. മുറിവിലേക്ക് എന്റെ വിരലുകൾ ചലിച്ചെങ്കിലും ആൾ ഉണർന്നു പോകുമോ എന്ന ഭയം എന്റെ പ്രവൃത്തിയെ പിന്നിലേക്ക് വലിച്ചിഴച്ചു. എന്താണ് ഈ ഉള്ളിലെന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്റെ കൃഷ്ണ. ഇവിടുത്തെ തീയണക്ക് എന്നെ കൊണ്ട് പറ്റൂ? ഞാൻ വീണു പോവോ? കണ്ണു നിറച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കുന്തോറും എന്റെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ചിന്തകൾ ഉണർത്തിക്കൊണ്ട് എന്റെ മൊബൈൽ ശബ്ദിച്ച്. വീട്ടിൽ നിന്നായിരുന്നു. ഹലോ മോളെ. മനസ്സറിഞ്ഞ പോലെ അമ്മയുടെ വിളി. എനിക്കൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല. നീ കേൾക്കണില്ലേ? അമ്മ പറയേ. അതെ, നീ കൊടുത്തുവിട്ട സാധനം ഇവിടെ കിട്ടിയിട്ടോ. അമ്മയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത സന്തോഷം. സാധനോ? എന്ത് സാധനം? ഞാൻ പെട്ടെന്ന് ചോദിച്ചു. അതെന്നെ, നമ്മുടെ ആശുപത്രിയിലൊക്കെ ആളോളെ ഇരുത്തിക്കൊണ്ടുപോണ വണ്ടിയില്ലേ, അത്. എനിക്കൊന്നും മനസ്സിലായില്ല. ഈ അമ്മയുടെ ഒരു കാര്യം, വണ്ടിയല്ലത്, വീൽ ചെയറാ. അമ്മയെ തിരുത്തി അമ്മുവിന്റെ വാക്കുകൾ. ഈശ്വര, ഇതെപ്പോ? എന്നെ നോട്ട് ഉറങ്ങിക്കിടക്കുന്ന ആളിലേക്ക് തെന്നി വീണു. തലേ ദിവസം ഞാൻ പറഞ്ഞത്, അത് ഇത്ര പെട്ടെന്നെങ്ങനെ? അതിന് മാത്രം ഇയാളെന്റെ ആരാ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോയി. എന്തൊക്കെയോ മറുതലക്കിൽ നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്റെ മനസ്സും കണ്ണും സാറിൽ മാത്രമായിരുന്നു. ഒന്നും പറയാതെ ഫോൺ വെച്ചു. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തോന്നിയൊരു ഉൾപ്രേരണയിൽ ഓടിച്ചെന്ന് അരികിലിരുന്നു. എന്റെ വിരലുകൾ ആ മുടിയിഴകളിലൂടെ നേർമയിൽ സഞ്ചരിച്ചു. വീണ്ടും നെറ്റിയിലെ മുറിവെന്നെ വേദനിപ്പിച്ചു തുടങ്ങി. മുറിവിലേക്ക് പതി ഊതിക്കൊടുക്കുമ്പോൾ എന്റെ കണ്ണുനീരിന്റെ നനവാൻ ആൾ ഉണരുമോ എന്ന ആശങ്ക ഇല്ലാതിരുന്നില്ല. ആരായിരിക്കും മാമി? ഞാൻ ഓർത്തു. ആ പേരുകൊണ്ടാണ് ഇത്രയും വേദനാജനകമായൊരു അന്തരീക്ഷം ഇവിടെ ഉടലെടുത്ത്. അതിനർത്ഥം അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ. അതെ, ആമി, പാർത്തനേറെ പ്രിയപ്പെട്ടവൾ. കഴിക്കുന്നില്ല താൻ? പ്ലേറ്റിലെ ചോറിൽ വിരൽ കൊണ്ട് കളം തീർക്കുന്ന എന്നെ നോക്കി സാറ് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ടേബിളിൽ നിരത്തിയ വിഭവങ്ങൾ കണ്ടപ്പോൾ മനസ്സിന്റെ കൊച്ചു വീട്ടിലേക്ക് ഓടിക്കയറി. തിരി ഇറച്ചി കൂട്ടിയിട്ട് എത്ര കാലായി, തിന്നാൻ കൊതിയായിട്ട് വയ്യ. പാത്രത്തിലെ പരിപ്പേറിയെ നോക്കി അമ്മു പരിഭവം പറഞ്ഞു. ഉള്ള തിന്നിട്ട് നീറ്റ് പോവാൻ നോക്ക് പെണ്ണെ, അവിടെ ഒരു പൂതി പറച്ചില്. ഇതന്നെ ആ പെണ്ണ് രാവും പകലും നോക്കാതെ ചക്രം ചവിട്ടിയിട്ടാ നീളെത്തിക്കുന്നത്. അമ്മ കെറുവോടെ അമ്മുവിനെ നോക്കും. കണ്ണിൽ ആ കൊതിക്കണ മുഖങ്ങൾ നിൽക്കുമ്പോൾ എനിക്കിതൊക്കെ എങ്ങനെ തൊണ്ടേന്ന് ഇറങ്ങാനാണ്? ഒന്നും പങ്കുവെക്കാതെ കഴിച്ചിട്ടില്ല ഇതുവരെ. അവർക്ക് കൊടുത്തേ ഞാനും ചേച്ചി ഞങ്ങളുടെ വയറിനെ പറ്റി ചിന്തിച്ചിട്ടുള്ളൂ. ഒന്നും കഴിക്കാൻ വയ്യ, ഇറങ്ങുന്നില്ല. വെള്ളം മാത്രം കുടിച്ച് ഞാൻ എണീറ്റു. സംശയത്തോടെ എന്നെ നോക്കണ സാറിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഞാനൊരു കള്ളം പറഞ്ഞു. വിശക്കണില്ല. എനിക്ക് മനസ്സിലാവും ഈ ഭാവം. കൈ കഴുകുമ്പോൾ പുറകിലൂടെ വന്ന ആള് പറഞ്ഞു. എന്തൊക്കെയാ വേണമെന്ന് ചോദിച്ചു നോക്ക്. ഇനി വിളിക്കുമ്പോൾ അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തീർക്കാൻ താനല്ലേ ഉള്ളൂ. ചെറു ചിരിയോടെ ചെവിയിൽ പറഞ്ഞു. താൻ അത്ഭുതപ്പെട്ടുപോയി. എന്റെ മനസ്സ് ഞാൻ പോലും അറിയാതെ ഇത്ര കൃത്യമായിട്ട് ഇതെന്തും അറിമായ എന്റെ കൃഷ്ണ. അവരുടെ ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കേണ്ട ഞാനല്ലേ, ഇയാളല്ലല്ലോ. പെട്ടെന്ന് നാവിൽ വന്ന ആ ചോദ്യമായിരുന്നു. തിരിഞ്ഞ് എന്നെ നോക്കി പുരികുയർത്തി. എന്തോ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? എന്നോട് ചോദിക്കാണ്ട് വീൽ ചെയർ എത്തിച്ചില്ലേ? ഞാൻ അടുത്തേക്ക് ചെന്നു. ഒരു കള്ളച്ചിരിയായിരുന്നു അതിനുള്ള മറുപടി. പിന്നെ കണ്ണുകൾ ചിമ്മി കാണിച്ച് ഒന്നും പറയാതെ മുകളിലേക്ക് കയറിപ്പോയി. മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആള് മറ്റേതോ ലോകത്തായിരുന്നു. കയ്യിലൊരു ഫ്രെയിം ചെയ്ത ഫോട്ടോയുണ്ട്. ഇതാരുടെ ഫോട്ടോയാ? ഞാൻ ഉദ്യോഗത്തോടെ അതിലേക്ക് എത്തി നോക്കി. കുറച്ചു നേരത്തേക്ക് മറുപടിയൊന്നും കണ്ടില്ല. പിന്നെ മെല്ലെ എനിക്ക് അഭിമുഖമായി ആ ഫോട്ടോ തിരിച്ചു പിടിച്ചു. ആളുടെ വിവാഹ ഫോട്ടോ. ഇതാണ് ആമി? ഞാൻ മടിയോടെ ചോദിച്ചു. ആള് നിശബ്ദമായെന്ന് മൂളി. ആ മിഴികൾ നിറഞ്ഞിരുന്നു. ഇവരിപ്പോ പോയി, എന്നെ വിട്ടു പോയി.
ആ ശബ്ദം ചിലമ്പിച്ചിരുന്നു. പിന്നീടൊന്നും ചോദിക്കാൻ തോന്നില്ല എനിക്ക്. പക്ഷേ സാറിൻ്റെ നിറഞ്ഞ കണ്ണുകൾ എൻ്റെ കാഴ്ചയെ മറച്ചു പിടിച്ചു. പിന്നീട് മൗനമായിരുന്നു ഞങ്ങൾക്കിടയിൽ, ദീർഘമായൊരു മൗനം. സോറി. എന്തിന്? ഞാൻ ചോദിച്ചു. നേരത്തെ അങ്ങനെയൊക്കെ, ചില നേരത്തെ അങ്ങനെയാ. എത്ര ശ്രമിച്ചാലും മനസ്സ് പിടിവിട്ട് പോവാ. ഒന്നും മനഃപൂർവ്വമല്ല. ആമി അവള് പോയ പിന്നെ ഇങ്ങനെയൊക്കെയാ. വളരെ നേർത്തുപോയിരുന്ന ആ സ്വരം. എങ്ങനെയാ മരിച്ചേ? ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ പോയിക്ക്? ചോദിച്ചതിനല്ല ഉത്തരം കിട്ടിയത്. അന്ധമായിട്ടുള്ള വിശ്വാസമില്ല, നല്ല വിശ്വാസമുണ്ട്. അതൊരു ശാസ്ത്രമല്ലേ, വിശ്വസിക്കാതെ പറ്റുമോ? ജനനോ മരണോ നിശ്ചയിക്കുന്ന ശാസ്ത്രമാണോ അതോ ദൈവമാണോ? ദൈവം. പിന്നെ എങ്ങനെയാ ഞാൻ കൊലയാളിയാവുക? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ കൗതുകത്തോടെ ആ മുഖത്തേക്ക് മിഴികളെ നട്ടു. എൻ്റെ ജന്മം കൊണ്ട് എല്ലാവരുടെയും കണ്ണിലെ കരടായി മാറിയവനാ ഞാൻ. ജനന സമയം നന്നായില്ല. പിറന്ന 12-ാം നാൾ അച്ഛൻ്റെ ജീവനെടുത്തു. അങ്ങനെയാ എല്ലാവരും പറയുന്നത്. പക്ഷേ 12 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞെങ്ങനെയാ ഒരാളുടെ ജീവനെടുക്കുന്നത്? ആ തത്വമാ എനിക്കൊന്നും മനസ്സിലാവാത്തത്. സാറ് ചിരിച്ചു. കരയാൻ പാടില്ലാത്തവൻ്റെ ചിരി, വരണ്ടൊരു ചിരി, ഉള്ളിൽ കരഞ്ഞുകൊണ്ടുള്ളൊരു ചിരി. സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിക്കുമ്പോഴും മറ്റുള്ളവരുടെ അവഗണനയും കുറ്റപ്പെടുത്തലുകളും എന്നെ വല്ലാതെ വേട്ടയാടിയിരുന്നു. എല്ലാവർക്കും ഇടയിൽ ഒരു അപശകുനമായി മാറാൻ മാത്രം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴെല്ലാം എനിക്ക് ആശ്വാസം എന്നെ തലോടുന്നു ചേർത്ത് പിടിക്കുന്ന എൻ്റെ അമ്മയായിരുന്നു. തലയിൽ ഏറ്റിക്കോ, അവസാനം തന്തയുടെ തലയെടുത്ത പോലെ നിന്റെ തലയെ മണ്ണിൽ കുത്തും. അന്നേ ഞാൻ പറഞ്ഞതാ മോളയിലെ നുള്ളിക്കളെ, കേട്ടില്ല. അനുഭവിച്ചോ, വരണത് എന്താച്ചാ ഒറ്റക്ക് അങ്ങോട്ട് അനുഭവിച്ചോ. മുത്തച്ഛൻ പറഞ്ഞിരുന്ന ഓരോ വാക്കും വേദനയോടെ ഞാനും അമ്മയെ ഏറ്റുവാങ്ങി. കളികൾക്കിടയിൽ നിന്നും മറ്റു കുട്ടികൾ എന്നെ മാറ്റി നിർത്തുമ്പോഴും അമ്മ തേങ്ങലോടെ എന്നെ നെഞ്ചോടണക്കും. അമ്മയുടെ കണ്ണീര് കൊണ്ട് എൻ്റെ കണ്ണീരിനെ മായ്ച്ചു കളയും. ചില സമയങ്ങളിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി തുടങ്ങും. സമ്പത്ത് കണ്ടിട്ടാണ് മുത്തച്ഛൻ്റെ മരണശേഷവും ഞങ്ങളോടാരും മാനസികടുപ്പം കാട്ടിയില്ലെങ്കിലും ശാരീരിക അകലം പാലിക്കാതിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ വിവാഹ ചർച്ചയിൽ അമ്മാമ്മമാർ തങ്ങളുടെ പെൺമക്കളെ മാറ്റി നിർത്തിയില്ല. ആരെ സ്വീകരിക്കണമെന്ന് എൻ്റെ ഇഷ്ടത്തിന് വിട്ടുവെന്നെങ്കിലും എനിക്ക് ആ ആലോചന സ്വീകാര്യമായില്ല. എനിക്കൊരു വിവാഹത്തിന് താല്പര്യം തുറന്നു പറഞ്ഞ് ഞാൻ അതിൽ നിന്നും പിന്തിരിഞ്ഞു. അമ്മാമാരെ പിണക്കുന്നതിൽ അമ്മക്ക് അനിഷ്ടം തോന്നിയെങ്കിലും അവിടെ എൻ്റെ ഇഷ്ടത്തിനായിരുന്നു അമ്മയ്ക്ക് മുൻതൂക്ക്. അങ്ങനെ ഇരിക്കുകയാണോ ഞാൻ എൻ്റെ ആമിയെ പരിചയപ്പെടുന്നത്. അനാഥയായ ദുർബലയായൊരു പാവം പെണ്ണ്. ജീവിക്കാനായൊരു ജോലി തേടിയാണ് അവൾ വന്നത്. വളരെ സൗമ്യമായ കുലീനമായ പെരുമാറ്റം. ഞാൻ അവൾക്ക് എൻ്റെ കമ്പനിയിൽ ജോലി കൊടുത്തു. താമസ സൗകര്യം ഒരുക്കി കൊടുത്തു. അവളുടെ അടക്കവും ഒതുക്കവും മാന്യമായ പെരുമാറ്റവുമെല്ലാം എപ്പോഴും എന്നെ ആകർഷിച്ചു തുടങ്ങി. എൻ്റെ ജീവിതത്തിലേക്ക് ആ പാവം പെണ്ണിന് കൂടെ കൂട്ടണമെന്ന് തോന്നി. കാര്യം തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് പരിഭ്രമമായിരുന്നു. സാറിനെപ്പോൾ ഒരാളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം കൂടി എന്നെ പോലൊരു പെണ്ണിനില്ല. വേണ്ട, സാറിന് എന്നേക്കാൾ പഠിപ്പും സൗന്ദര്യമൊക്കെയുള്ള വലിയ വീട്ടിലെ കുട്ടീനെ തന്നെ കിട്ടും. എന്നെ വിട്ടേക്ക് സാർ, എനിക്ക് അതിനുള്ള യോഗമൊന്നുമില്ല. എൻ്റെ മുമ്പിൽ നിന്ന് കൈകൾ കൂപ്പി പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അതെന്നോടുള്ള അവളുടെ പ്രണയമായി ഞാൻ കണ്ടു. ആ കരങ്ങളെ കവർന്നെടുക്കുമ്പോൾ അവൾക്ക് ഞാനൊരു വാക്ക് നൽകിയിരുന്നു. ഒരിക്കലും സങ്കടപ്പെടുത്താതെ എൻ്റെ മരണം വരെ കാത്തുകൊള്ളാമെന്നൊരു വാക്ക്. പക്ഷേ അതെനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഒരു രാത്രി പോലും ഒന്നിച്ച് കഴിയാൻ വിധി തരാതെ അവളെ ദൈവം കൊണ്ടുപോയി. എൻ്റെ ആമി അവളെന്നെ ഇട്ടേച്ച് പോയടോ. സാറിൻ്റെ ശബ്ദം താഴ്ന്നു, കണ്ണുകൾ ഇറങ്ങണിഞ്ഞു. അത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ലാതെ എൻ്റെ മിഴികൾ മറ്റെങ്ങോ വഴിമാറി സഞ്ചരിച്ചു. എങ്ങനെയാ ആമി? വീണതാ. മുകളിൽ നിന്ന് കാല് തന്നെ സ്റ്റെയർ കേസ് വഴി താഴേക്ക് വീണു. വീഴ്ചയിൽ തലയിടിച്ചതാ. എല്ലാ നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു. സാറ് വികാരാതീതനായി. സംഭവം നടക്കുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിലും ഈ വീടിന് മരുമകളായി കടന്നു വന്നൊരു പെൺകുട്ടി വന്ന് ഒരു രാത്രി തികയും മുമ്പേ മരണപ്പെടുന്നു. എൻ്റെ ഭാര്യയായി എന്ന ഒറ്റ കാരണത്താൽ അവൾ കിട്ടിയ സമ്മാനം മരണം. അങ്ങനെയാണ് എല്ലാവരും വിധി എഴുതിയത്. വീണ്ടും ഞാനൊരു കൊലയാളിയായി. അച്ഛനെ കൊന്നവനെന്ന പേരിനോടുകൂടി ഭാര്യയുടെ കൊലയാളി എന്ന പേര് കൂടി എൻ്റെ മേൽ ആരോപിക്കപ്പെട്ടു. എല്ലാം എൻ്റെ ജന്മഫലം. ഞാൻ ജീവനക്കാളറെ സ്നേഹിച്ച എൻ്റെ ആമി, അവളെ കൊന്ന ഞാനാണെന്ന് എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ തകർന്നു പോയടോ ഞാൻ. ഒരു ജീവിതം കൊടുക്കാനല്ലേ ഞാൻ ആഗ്രഹിച്ച്, അല്ലാതെ ജീവൻ എടുക്കാനല്ലല്ലോ. ഓർക്കും തോറും തല തരിച്ചു തുടങ്ങി, സമനില തെറ്റി തുടങ്ങി. എത്ര നാൾ അവൾ മാത്രം ഓർത്ത് ഇരുട്ടുമുറിയിൽ കഴിച്ചു കൂട്ടിയെന്നറിയില്ല. മനസ്സെന്ന് നീക്കമായി നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് തോന്നിയപ്പോൾ സ്വയം ചികിത്സ തേടി. മനസ്സ് ശാന്തമായി തുടങ്ങിയപ്പോഴാണ് വീണ്ടും ആമിയുടെ അപകടത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയത്. കാലൊന്ന് തിന്നിയാലും ആ വീഴ്ചക്ക് ആമിയെ മരണത്തിലെത്തിക്കാനുള്ള ശക്തി ഉണ്ടാവുമെന്നായിരുന്നു എൻ്റെ സംശയം. ഞാനത് പലരോടും പങ്കുവച്ചു. എല്ലാവരുടെ അഭിപ്രായം എൻ്റെ സംശയത്തെ ശരിവെക്കുന്നതായിരുന്നു. എന്നിൽ സംശയം ബലപ്പെട്ടു തുടങ്ങി.
എൻ്റെ ആമി. അവൾ മരിച്ചല്ല, ആരോ കൊന്നതാ. ആരാ ആമിയെ കൊന്ന്? ഞാൻ പെട്ടെന്ന് ചോദിച്ചു. അറിയില്ല, കണ്ടുപിടിക്കണം എനിക്ക് അവനെ. അതിനാ തന്നെ ഞാനിവിടെ കൊണ്ടുവന്ന്. എനിക്കെങ്ങനെ അതിന് കഴിയും. എനിക്കോ നിനക്കോ അല്ല, നമുക്ക്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇവിടെ വീണ്ടും ഒരു മരണം കൂടി നടക്കും. ആരുടെ? ഞാൻ ജിജ്ഞാസയോട് ചോദിച്ചു. ആള് പറഞ്ഞു, തൻ്റെ മരണമായിരിക്കും ഈ വീട്ടിൽ സംഭവിക്കുക. അതും എൻ്റെ പേരിൽ ചാർത്തപ്പെടും. സർ, ഞാൻ ദയനീയമായി വിളിച്ചു. ആമിയുടെ കൊലപാതകികളെ കണ്ടുപിടിക്കാനും പവിത്രയുടെ ജീവൻ നിലനിർത്താനും പാർത്ഥന് സാധിക്കുമോ?